അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. മിറക്കിൾ സ്ട്രീംസ് എറണാകുളത്ത് ഏപ്രിൽ 15 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഏപ്രിൽ 16 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കൊടുമ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, കരിങ്ങരപ്പുള്ളി, കനാൽ ബസ് സ്റ്റോപ്പ്, ചിറ്റൂർ റോഡ്, പാലക്കാട്. കർത്താവിൻ്റെ വന്യനാം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മളെല്ലാവരും നമ്മളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ബലഹീനതയുണ്ടെന്ന് പറയുന്നവരാ. പലപ്പോഴും നമ്മുടെ പരാജയത്തിൻ്റെ കാരണം നമ്മുടെ ബലഹീനതയെന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നവരാ. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബലഹീനതയിൽ അവൻ്റെ ബലം തികഞ്ഞു വരുവാനിടയാകും. ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ അർത്ഥം എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ നിങ്ങളുടെ ബലഹീനതയെ ബലമുള്ള വശമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും എന്നതാണ് ആ വാക്യത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മെസ്സേജ് കേൾക്കാം. ആ മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്കതിലേക്ക് പോകാം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, എല്ലാ കാര്യവും നിനക്ക് ചെയ്യാനായി കഴിയും. നീ എല്ലാ കാര്യത്തിലും കഴിവുള്ള വ്യക്തിയാണ്. നീ എല്ലാ കാര്യത്തിലും എഫിഷ്യന്റ് ആണ്. അയ്യോ അതെനിക്ക് അറിയത്തില്ല, നോ, അയ്യോ അതെന്നെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെയല്ല. എല്ലാ കാര്യവും, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ സകല കാര്യവും നിനക്ക് ചെയ്യാനായി കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ TV പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചർച്ചില് പശുവിനെ വളർത്തുമായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ആ സമയത്തുള്ള കുറച്ച് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40 പശുവോളം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് പശുവിനെ വളർത്തിയൊന്നും ശീലമില്ല. ആ സമയത്ത് ഏട്ടൻ ചെയ്തൊരു കാര്യമുണ്ട്. ഇത്രയും പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നതിന് ഏട്ടനായിട്ടൊരു തീറ്റ ഉണ്ടാക്കി. നമ്മൾ പുറത്തുനിന്ന് പെലറ്റ്സുകളൊക്കെയാണ് പൊതുവെ എല്ലാവരും വാങ്ങിക്കുന്നത്. ഏട്ടൻ എന്ത് ചെയ്തു? പശു വളർത്തി അല്ലെങ്കിൽ വീട്ടിൽ വളർത്തി കണ്ടു എടുത്തൊന്നും ശീലമില്ല. പക്ഷെ ഏട്ടന് ഒരു തീറ്റ ഉണ്ടാക്കി. ആദ്യത്തെ പ്രാവശ്യം മിക്സ് ചെയ്തത് കൊടുത്തപ്പോൾ പശുവിന് വയറിളക്കം ഉണ്ടായി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് ഈ പശുക്ക് കൊടുത്തല്ല പരീക്ഷിക്കണ്ടേന്ന് പറഞ്ഞു. അവൻ രണ്ടാമത്തെ പ്രാവശ്യം മിക്സ് ചെയ്ത് കുറച്ച് ചേഞ്ചസ് വരുത്തി മിക്സ് ചെയ്തു. അപ്പോഴും അത് ശരിയായ വിധത്തിൽ ഫലിച്ചില്ല. പക്ഷെ പിന്നീടും അതിനെ വേറെ വിധത്തിൽ ട്രൈ ചെയ്തു. പക്ഷേ ആ തീറ്റ വളരെ അനുഗ്രഹമായിരുന്നു. പശുവിന് ആരോഗ്യമുണ്ടാകും. എല്ലാം ഇങ്ങനത്തെ നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചത്. പാല് കൂടാനായി തുടങ്ങി. ഏറ്റവും അവസാനം അത് ഗവൺമെന്റ് ഫാമിലേക്ക് കൊടുക്കാനായി തുടങ്ങി. അത് ആ തീറ്റ മിക്സ് ചെയ്യാൻ തന്നെ വലിയൊരു റൂം ഉണ്ടാക്കേണ്ടി വന്നു. എല്ലാ ആഴ്ചയും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും വലിയ ലോറിയിൽ വരാനായി തുടങ്ങി.
അതിന്റെ ലാഭത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യമായിട്ട് പവർ വിഷനിൽ കയറിയത്. ആദ്യത്തെ TV പ്രോഗ്രാം പവർ വിഷനിലായിരുന്നു. ചെയ്യാനായി കഴിയുമോ? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞു. അവന്റെ കഴിവുകൾ എന്നിൽ വസിക്കുന്നു, അവന്റെ എബിലിറ്റി എന്നിൽ വസിക്കുന്നു, അവന്റെ കഴിവുകൾ എന്നിൽ വസിക്കുന്നു. ഞാൻ കാര്യപ്രാപ്തിയുള്ള വ്യക്തിയാണ്. 1 ശമൂവേൽ 10-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരികയും നീയും അവരോട് കൂടെ പ്രവചിക്കുകയും ആള് മാറിയതുപോലെ ആകുകയും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരുമ്പോൾ ഞാനും പ്രവചിക്കാനായി തുടങ്ങും. എന്ന് പറഞ്ഞേ, ഞാനും പ്രവചിക്കാനായി തുടങ്ങും. പ്രവചനത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഒന്ന് പറഞ്ഞേ, പ്രവചനത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പ്രവചനത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പ്രവചനത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന്? യഥാർത്ഥത്തിൽ ആത്മാവിനാലാണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായത്. കർത്താവായ യേശു ദൈവമെന്ന് ഞാൻ ഏറ്റുപറഞ്ഞത് തന്നെ ആ പ്രവചനാത്മാവിനാലാണ്. നമ്മൾ ആരും യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതൊന്നും കണ്ടില്ല അല്ലേ? പിന്നെ എങ്ങനെയാണ് ഞാൻ രക്ഷയിലേക്ക് വന്നത്? എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് എന്നെ രക്ഷയിലേക്ക് നടത്തിയത്. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുള്ളത് കൊണ്ട് ഞാനും പ്രവചിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞേ. എനിക്കും പ്രവചിക്കാനേ കഴിയും. നാളത്തെ കാര്യം എനിക്ക് കാണാം. നാളെ എന്താണ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നാളെ എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ആത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നു. അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ആള് മാറിയതുപോലെയാകും. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വസിക്കുമ്പോൾ അവൻ ആള് മാറിയതുപോലെയാകും. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇനി പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയാണ്. ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ദൈവജനം പറയുകയാണ്, നീ ഇനി പഴയ വ്യക്തിയല്ല, നിനക്ക് പഴയ വ്യക്തിയായി തുടരാൻ കഴിയത്തില്ല, നീ പുതിയ വ്യക്തിയാണ്. അവന്റെ ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ, അവന്റെ കഴിവുകൾ എൻ്റെ മേൽ വസിക്കുന്നു. ഇനി പഴയ കഴിവല്ല എൻ്റെ ഉള്ളിലുള്ളത്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിയാത്തത് ഞാൻ ചെയ്യും. ഇതുവരെ ആർക്കും തോന്നാത്ത ആശയത്തിൽ ഞാൻ ചിലത് ചെയ്യും. അവന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവനെ ധരിച്ചിരിക്കുകയാണ്. I am clothed with the Holy Spirit. I am clothed with the Jesus. അവന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു. അവന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു. അവന്റെ എബിലിറ്റി എൻ്റെ മേൽ വസിക്കുന്നു. ആ എഫിഷ്യൻസി എൻ്റെ മേൽ വസിക്കുന്നു. ആ പ്രവചനത്തിന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞേ, ആമേൻ. ഞാൻ അവനെ ധരിച്ചിരിക്കുകയാണ്. ഞാൻ യേശുവിനെ ധരിച്ചിരിക്കുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ ധരിച്ചിരിക്കുകയാണ്. എപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നോ, ഞാൻ അപ്പോൾ മുതൽ ഒരു പുതിയ സൃഷ്ടിയാണ്. അവന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു. അവന്റെ കഴിവുകൾ എന്റെ മേൽ വസിക്കുന്നു. നീ ഇനി കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് ആരോടും പറയരുത്. നിനക്ക് സ്വയം തോന്നരുത് ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണെന്ന്. കാരണം അവന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കുന്നു. ദൈവത്തിന്റെ കഴിവുകൾ എന്റെ മേൽ വസിക്കുന്നു. എന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ കഴിവുകൾ എന്റെ മേൽ വസിക്കുന്നു. ദൈവത്തിന്റെ കഴിവുകൾ എന്റെ മേൽ വസിക്കുന്നു. കർത്താവിന്റെ എഫിഷ്യൻസി എന്റെ മേൽ വസിക്കുന്നു. നിങ്ങൾക്കെല്ലാം ചെയ്യാനായി കഴിയും. നിങ്ങൾക്കെല്ലാം ചെയ്യാനായി കഴിയും. ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയോ? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് ചോദിച്ചു, ഏത് കാര്യവും നിനക്ക് ചെയ്യാൻ കഴിയോ? ബാക്കിലിരിക്കുന്ന അനുബ്രദർ എന്നിട്ട് നമ്മുടെ ചർച്ചിലെ കുറേ വർക്കുകൾ ചെയ്യാറുണ്ട്, വീട്ടിലെ കുറേ വർക്കുകൾ ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ പല പണികളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ പണികൾ ചെയ്യുമ്പോഴും ഏട്ടൻ്റെതായ ആശയങ്ങളുണ്ട്. പലപ്പോഴും ഏത് കാര്യത്തിലും ഏട്ടനാണ് ആ ആശയത്തെ കൊടുക്കുന്നത്. അത് എവിടെയും കണ്ടിട്ടുള്ള ആശയത്തെ അല്ല, പുതിയതിനെ ക്രിയേറ്റ് ചെയ്യും. ഒന്ന് പറഞ്ഞ്, പുതിയതിനെ ക്രിയേറ്റ് ചെയ്യും. നിനക്ക് പുതിയതിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതുവരെ കാണാത്തത്, ഇതുവരെ കേൾക്കാത്തത്, പുതിയ ആശയങ്ങളെ ക്രിയേറ്റ് ചെയ്യാം. പുതിയ കാര്യങ്ങളെ നിനക്ക് ചെയ്യാം. കാരണം ആത്മാവ് നിന്റെ മേൽ വസിക്കുന്നു.
നീ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ ലോകം പറയണം ഇതുവരെ കാണാത്തത്, വളരെ മനോഹരമായിരിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊന്ന്. ചിലതിനെ നിനക്ക് എഫിഷ്യന്റ് ആയി ചെയ്യാനായി കഴിയും. ഒന്ന് പറഞ്ഞ് അവന്റെ കഴിവിനിൽ വസിക്കുന്നു, അവന്റെ എഫിഷ്യൻസിയിൽ വസിക്കുന്നു, അറിവിനിൽ വസിക്കുന്നു, ആ പ്രവചനത്തിന്റെ ആത്മാവിനിൽ വസിക്കുന്നു. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. നീ ഒരു സാധാരണ വ്യക്തിയല്ല. നീ ഒരു സാധാരണ വ്യക്തിയല്ല. നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഇരുന്നാട്ട് നമുക്കൊരു വാക്യത്തിലേക്ക് കൂടെ വരാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരുമ്പോൾ അടുത്ത കാര്യം പറയുകയാണ്, ധാരാളം കൃപയും എന്റെ മേൽ വരും. ഒന്ന് പറഞ്ഞേ, ധാരാളം കൃപ. ധാരാളം കൃപ. ഗ്രേറ്റ് ഗ്രേസ്. ധാരാളം കൃപയും എന്റെ മേൽ വരും. നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിലൂടെ പോകുമ്പം അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു രക്ഷപ്പെടൽ ഉണ്ടായാൽ നമ്മൾ പറയും, ഓ അവന്റെ കൃപ എന്നെ കരുതി എന്ന് പറയും. അവന്റെ ഗ്രേസ് എൻ്റെ മേലുണ്ടായിരുന്നു, ദൈവത്തിന്റെ കൃപ എന്നെ കാത്തു, ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചെയ്തു. ഒരു ദൈവമക്കളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന കാര്യമാ. നിങ്ങൾ എവിടെ പോയാലും ആ ഗ്രേസ് നിങ്ങൾ അനുഭവിക്കും. എന്ന് പറഞ്ഞാൽ ധാരാളം കൃപ. ധാരാളം കൃപ എന്റെ മേൽ പറഞ്ഞിരിക്കുക. ആത്മാവ് എന്റെ മേൽ വസിക്കുമ്പോൾ എന്റെ കൂടെ എന്തും കൂടെയുണ്ട്, ധാരാളം കൃപയും എന്റെ മേലുണ്ട്. അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. മുട്ടുള്ളവർ ആരും അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു നീഡി പേഴ്സൺസും ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തിക്ക് പോലും മുട്ടുണ്ടായില്ല. ഒരു വ്യക്തി പോലും കുറവ് അനുഭവിച്ചില്ല. നമ്മളെ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയത് വളരെ സന്തോഷത്തോടെ പറയാറുണ്ട്. അവരുടെ കാലിൽ ചെരുപ്പ് പോലും തേഞ്ഞില്ല 40 വർഷം. എന്ന് പറഞ്ഞ 40 വർഷം കാലിലെ ചെരുപ്പ് പോലും തേഞ്ഞില്ല. എന്നാൽ നമുക്കൊക്കെ ഒരു അനുഭവം ഉണ്ടായി. കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിൽ അടച്ചിരുന്നപ്പം അവർ പറഞ്ഞു, മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു, 3 നേരം സുഭിക്ഷമായി കഴിച്ചു എന്ന് പറഞ്ഞു. നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ഗ്രേറ്റ് ഗ്രേസും കൂടെ നിന്റെ മേൽ വന്നിരിക്കുകയാണ്. ധാരാളം കൃപ. ഒന്ന് പറഞ്ഞേ, ആത്മാവിന്റെ മേൽ വന്നപ്പോൾ ധാരാളം കൃപയും എൻ്റെ മേൽ വന്നു. ഞാൻ ആ കൃപയിലാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ എവിടെ പോയാലും ആ കൃപ അനുഭവിക്കും. ഞാൻ എവിടെ പോയാലും ആ കൃപ അനുഭവിക്കും. ഒരു നിമിഷം എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞാട്ടെ, ഞാൻ എവിടെ പോയാലും ആ കൃപ അനുഭവിക്കും. ഞാൻ എവിടെ പോയാലും, ഞാനൊരു ഓഫീസിൽ പോയാൽ, അല്ല ഞാനൊരു ബാങ്കിൽ പോയാൽ, അല്ല ഞാൻ വേറൊരു സ്ഥലത്ത് പോയാൽ, ഞാനൊരു കടയിൽ പോയാൽ, ഞാനൊരു ആവശ്യങ്ങൾക്ക് പോയാൽ, എവിടെ പോയാലും ആ ധാരാളം കൃപ ഞാൻ അനുഭവിക്കും. ആ ഗ്രേറ്റ് ഗ്രേസ് എന്റെ മേൽ വന്നിരിക്കുകയാണ്. ആ വലിയ കൃപ എന്റെ മേൽ വന്നിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ ആരെയാ ധരിച്ചിരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ ധരിച്ചിരിക്കുകയാണ്. ആ ആത്മാവിന്റെ മേൽ വന്നപ്പോൾ ദൈവത്തിന്റെ കഴിവുകൾ കൂടെ എന്റെ മേൽ വന്നു. ദൈവത്തിന്റെ എഫിഷ്യൻസി കൂടെ എന്റെ മേൽ വന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി കഴിവില്ലാത്ത വ്യക്തിയല്ല. നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറയരുത്. അതിന് പകരം എന്ത് പറയണം? ഞാൻ കഴിവുള്ള വ്യക്തിയാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ അസാധാരണ കഴിവുള്ള വ്യക്തിയാണ്. ആർക്കും ചെയ്യാത്തത് എനിക്ക് ചെയ്യാനായി കഴിയും. ആർക്കും പറയാൻ കഴിയാത്തത് എനിക്ക് പറയാനായി കഴിയും. ആരും ചിന്തിക്കാത്ത വിധത്തിൽ ഞാൻ ചിലത് ചെയ്യും. കണ്ണുകൾ അത്ഭുതപ്പെടുന്ന വിധത്തിൽ ഞാനൊരു വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ആരെയാ ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ ആരെയാ ധരിച്ചിരിക്കുന്നത്? ഞാൻ പരിശുദ്ധാത്മാവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ.
ഞങ്ങളുടെ പ്രാപ്തി എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. ദൈവത്തിന്റെ ദാനം. അവിടെ എഴുതിയിരിക്കുന്നത് our power and ability and sufficiency. ഒന്ന് പറഞ്ഞേ, അവൻ ശക്തി, കഴിവ്, പ്രാപ്തി. ഇതൊക്കെ ആരിൽ നിന്നാണ് എനിക്ക് വന്നത്? ഇത് ദൈവത്തിന്റെയാണ്. ഞാൻ ക്രിസ്തുവിനെ അറിയും മുമ്പ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്റെ മുകളിൽ വരുന്നതിന് മുമ്പ് എന്റെ കഴിവോ അല്ലെങ്കിൽ എന്റെ പ്രാപ്തിയോ അല്ല ഇപ്പോഴെന്നിലുള്ളത്. ഇപ്പം ഞാൻ ആരുടെ പ്രാപ്തിയാലാണ് ആയിരിക്കുന്നത്? ദൈവത്തിന്റെ പ്രാപ്തിയാലാണ് ആയിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, അവന്റെ കഴിവ് എന്നിൽ വസിക്കുന്നു, അവന്റെ ശക്തി എന്നിൽ വസിക്കുന്നു, അവന്റെ പ്രാപ്തി എന്നിൽ വസിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ എനിക്കും ചെയ്യാനായി കഴിയും. ഒന്ന് പറഞ്ഞ, അതൊക്കെ എനിക്കും ചെയ്യാനായി കഴിയും. എന്തൊക്കെയാണോ ദൈവത്തിന്റെ ആത്മാവിന് ചെയ്യാനായി കഴിയുന്നത് അതൊക്കെ എനിക്കും ചെയ്യാനായി കഴിയും. ഞാൻ അവനെ ധരിച്ചിരിക്കുക. ഒന്ന് പറഞ്ഞ, അവന്റെ കഴിവ് എന്റെ മേലുണ്ട്, അവന്റെ സഫിഷ്യൻസി എന്റെ മേലുണ്ട്. അതുകൊണ്ട് എനിക്ക് സകലതും ചെയ്യാനായി കഴിയും. അടുത്ത വാക്യത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. My grace is sufficient for you, for power is being perfected in weakness. അവന്റെ ശക്തി പെർഫെക്റ്റ് ആണെന്ന്. ഒന്ന് പറഞ്ഞേ, പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആയ ഒരു ശക്തി എവിടെയാ പെർഫെക്റ്റ് കാണുന്നതെന്നറിയോ? എൻ്റെ വീക്ക്നെസ്സിൽ, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ പെർഫെക്ഷൻ എനിക്ക് കാണാനായി കഴിയും. അതായത് നിങ്ങളുടെ ബലഹീനതയിൽ അവൻ്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, നിന്റെ ബലഹീനതയിൽ അവൻ്റെ പെർഫെക്ഷൻ ചലിക്കുമ്പോൾ നീ ആ ഭാഗത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുമെന്ന്. എവിടെയാണോ നിനക്ക് കഴിവില്ല എന്ന് പറയുന്നത് അവിടെ നീ ഏറെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അവന്റെ പെർഫെക്ഷൻ ആണ് നിന്നിൽ ചലിക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നത് അവൻ എന്നെ സകലത്തിലും വഴി നടത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബലഹീനതയിൽ പ്രയാസപ്പെടേണ്ടതിനല്ല, ആ ബലഹീനതയിൽ എന്നോടൊപ്പം നിന്ന് എന്നെ ബലപ്പെടുത്തുവാനും എനിക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്തെടുക്കുവാനും അവൻ്റെ കൃപ എൻ്റെ മേൽ പകരാനാണ്, അല്ലെങ്കിൽ ആ സഹായം എൻ്റെ മേൽ ഉണ്ടാകാനാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളാരും ബലഹീനരല്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നും തന്നെയില്ല. കാരണം അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ശക്തനായവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എന്നെ ബലപ്പെടുത്തുന്നവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എനിക്ക് തുണയായിരിക്കുന്നവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. നമുക്കിനി സാക്ഷ്യത്തിലേക്ക് പോകാം. ബ്രദറെ, ഈ മോളുടെ പേര് മെറിൻ ജോർജ് എന്നാണ്. കഴിഞ്ഞ ഡെലിവറൻസ് ക്യാമ്പിനെ ഇവർ സംബന്ധിച്ചിരുന്നു. അപ്പോൾ കർത്താവ് തങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത വലിയൊരു അത്ഭുതത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പപ്പയ്ക്ക് കഴിഞ്ഞ ഡെലിവറൻസ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നപ്പോൾ ബ്രദർ ദൂതു പറഞ്ഞു, നിങ്ങളുടെ ലിവറിനൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ലിവറിൻ്റെ ഫങ്ഷൻ ശരിയല്ല എന്ന് പറഞ്ഞു. ഓൾറെഡി ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. നിന്റെ പപ്പയുടെ ലിവറിൻ്റെ ഫങ്ഷനിൽ കുറച്ച് ഫാറ്റ് ഉണ്ട്. അത് കുറച്ച് നല്ല ചന്തമല്ല. അതുകൊണ്ടാണ് ഡൈജഷൻ എന്ന് ഞാൻ ചോദിച്ചത്. എന്നോട് പ്രാർത്ഥിച്ചേക്കട്ടെ, ഫാദർ ലിവർ ഫങ്ഷൻ അങ്ങ് നോർമലാകട്ടെ, അങ്ങയുടെ അത്ഭുതകരം തൊട്ടാട്ടെ, അപ്പം സൂപ്പർ നാച്ചുറലായി തൊട്ടാട്ടെ. അപ്പം തുടർന്ന് ഇവർ പോയി സ്കാൻ ചെയ്തു. ഇപ്പോൾ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഫാറ്റി ലിവർ പൂർണ്ണമായും മാറിപ്പോയി, ഇനി മെഡിസിൻ ഒന്നും വേണ്ട എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല കൈയടി കൊടുത്ത കർത്താവിന്. പപ്പയുടെ ഫാറ്റി ലിവർ നോർമലായി. വണ്ടർഫുൾ. വർഷങ്ങളായി 2 ചെവിയിലും കേൾവി കുറവുണ്ടായിരുന്ന സ്ഥാനത്ത് കർത്താവ് തിരികെ നൽകിയ അത്ഭുത സാക്ഷി. 2 ചെവിക്കും കേൾവി കുറവായിരുന്നു. ഓക്കെ. ഈ ആന്റിയുടെ പേര് സരോജു എന്നാണ്. ഭീമാപള്ളി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആന്റിക്ക് വർഷങ്ങളായി 2 ചെവിയിൽ കേൾവി കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലതുവശത്തുള്ള ചെവിയിൽ ഒട്ടും കേൾവി ശക്തി ഇല്ലായിരുന്നു. അടുത്തു നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ പോലും കേൾക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു, പലവിധ ടെസ്റ്റ് നടത്തി. അപ്പോൾ 2 ചെവിയിൽ ഹിയറിംഗ് മെഷീൻ വെക്കണമെന്ന് പറഞ്ഞു. അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആന്റി അത് വച്ചില്ല.
വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇത് ഇങ്ങനെ ആയപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഹിയറിംഗ് മെഷീൻ വയ്ക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച മുമ്പേ ചർച്ചിൽ വന്നു. ആന്റി അന്ന് ഡോക്ടറിനെ കാണിച്ച റിസൾട്ടും ആയിട്ടാണ് ചർച്ചിൽ വന്നത്. അന്ന് ബ്രദർ കോമൺ ആയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദൂത് പറഞ്ഞു. ഒരു വീഴ്ചയെ തുടർന്ന് ഒരു സിസ്റ്ററിന്റെ ചെവിയിലെ നരമ്പിന് കേടുപാട് പറ്റി. അത് കർത്താവ് പൂർണ്ണസ്ഥിതിയിലാക്കുകയാണ്, കേൾവിശക്തിയും തിരിച്ചു ലഭിക്കുകയാണെന്ന് പറഞ്ഞു. ആന്റി അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാർക്ക് പോലും അതിശയമായിരുന്നു. തൊട്ടടുത്ത് നിന്ന് സംസാരിച്ചാൽ ആന്റിക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ അവർ മാറി 2 സൈഡിൽ നിന്ന് മാറി സംസാരിച്ചു. ഇപ്പോൾ ആന്റിക്ക് നന്നായിട്ട് കേൾക്കാന്നാണ്. ഒന്ന് എഴുന്നേറ്റ് ഒരു നല്ല കൈയടി കൊടുക്കാൻ കരുതാം. സിസ്റ്റർ ഒന്ന് പറഞ്ഞ്, എത്ര വർഷമായിട്ട് ചെവി കേൾക്കത്തില്ലായിരുന്നു? 10-15 വർഷത്തിന് മുമ്പ് ബ്രദർ ചെവി കേട്ടുകൂടായിരുന്നു. അന്ന് ഡോക്ടർമാര് പറഞ്ഞതാണ് ഇയർ എയ്ഡ് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അന്നേ പറഞ്ഞ്. അപ്പോഴും ഞാനും മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും പരിശോധിച്ചതിന്റെ റിസൾട്ട് ഒക്കെ കയ്യിലുണ്ടോ? റിസൾട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. ഞാൻ ബ്രദറിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ബ്രദർ സന്ദേശം ഇങ്ങോട്ട് പറഞ്ഞതാണ്, ദൂത് കർത്താവ് ഇതുപോലെ ഒരു ആൾക്കൂടെ ചെവിയിൽ കേൾവി നഷ്ടപ്പെട്ടവർക്ക് വിടുതൽ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ അങ്ങേ ആഴ്ച വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എല്ലാവരും വരണോണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ വരാതെ. അപ്പം ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കുമല്ല, ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, റിസൾട്ടുമായിട്ട് വന്നിരിക്കുകയാണ്, ആ വ്യക്തിയാണ് അപ്പോഴും പിന്നെ ഞാൻ വിചാരിച്ച് എന്നെ ആയിരിക്കും തന്നെ. ഞാൻ റിസൾട്ടുമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രദർ പറഞ്ഞ്, എൻ്റെ ചെവിയുടെ കേൾവിയാണ് കർത്താവ് തന്നിരിക്കുന്നത്, അത് പരിശോധിച്ചിട്ട് ഇയർഫോൺ വെക്കേ വേണ്ട, പോയി പരിശോധിച്ചിട്ട് സാക്ഷ്യം പറയണമെന്ന് ബ്രദർ മുന്നോട്ട് എന്നെ സന്തോഷമുള്ള കാര്യമല്ലേ? ചെവിയൊക്കെ കേൾവി തിരിച്ച് ഇയർഫോൺ വെക്കാതെ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയണത് ഭയങ്കര കാര്യമോ? യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറഞ്ഞ്. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് സുചരിത എന്നാണ്. കവടിയാർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തുടർച്ചയായി ചർച്ചിൽ വന്ന് നിരന്തരമായി വചനം കേട്ടത് മൂലം തൻ്റെ ജീവിതത്തിലും ആത്മീയ അനുഭവത്തിലും വീട്ടിലെ പലർക്കും ഉണ്ടായിരുന്ന രോഗങ്ങളിൽ നിന്നും ലഭിച്ച വിടുതലും തൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളുമാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. തൻ്റെ അമ്മയ്ക്ക് 2 വർഷമായി ഇടയ്ക്കിടെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. പലപ്പോഴും ഹോസ്പിറ്റലിലാവുകയും ICUലാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു, യേശു തൊട്ടു. ഇപ്പോൾ ആ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായി മാറിപ്പോയി. അതുപോലെ തന്നെ സിസ്റ്റർ ഈ ചർച്ചിൽ കടന്നു വരുമ്പോൾ ധാരാളം നിരാശകളുണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ പറയുന്നത്, നിരന്തരം വചനം കേട്ടത് മൂലം വചനം പഠിക്കുന്നതിലൊരു ഉത്സാഹമുണ്ടായി. തന്മൂലം തൻ്റെ ജീവിതത്തിലെ നിരാശകളെല്ലാം മാറിപ്പോയി, ആത്മീയമായി വളരെ ഉയർച്ച ഉണ്ടായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയ്ക്ക് സൗഖ്യമുണ്ട്, നിരാശയൊക്കെ പോയി തിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കർത്താവിനെ നമുക്ക് കൊടുത്ത അനുഗ്രഹത്തിനായി നന്ദി. TV പ്രേക്ഷക സംഗമം നെയ്യാറ്റിങ്കര ഏപ്രിൽ 21 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം സ്വദേശാഭിമാനി ടൗൺ ഹാൾ, ആലിമൂട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിൽവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ജോണക്കര മെമ്മോറിയൽ ഹാൾ, ഒല്ലൂർ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ സ്പർശനം ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ. അപ്പോൾ ഇവരോരോരുത്തരും ഇടിഞ്ഞിരിക്കുന്നിടത്ത്, മനസ്സ് തകർന്നിരിക്കുന്നിടത്ത്, കഴിയില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ കഴിവ് അവരുടെ മേൽ തെളിഞ്ഞു വരുന്നത്, അത് വെളിപ്പെട്ട് വരുന്നത് കർത്താവേ അപ്പോൾ ഇവരോരോരുത്തരും കാണട്ടെ. അപ്പോൾ കർത്താവേ, ഒരു പൂ വിരിഞ്ഞു വരുന്നത് പോലെ ഇതുവരെ വിരിയാത്ത, അല്ലെങ്കിൽ ഇതുവരെ സന്തോഷിക്കാൻ കഴിയാത്ത അനുഭവത്തിൽ നിന്നും സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ പ്ലസഡായ ഒരു അനുഭവത്തിലേക്ക് ഇവരോരോരുത്തരും വരട്ടെ. അപ്പോൾ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ, വീര്യപ്രവൃത്തികൾ ചലിക്കട്ടെ, വീര്യപ്രവൃത്തികൾ ചലിക്കട്ടെ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി വീണതിനെ തുടർന്ന് കൈ ഒടിഞ്ഞിട്ട് ബാൻഡേഡ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ആ വ്യക്തി എനിക്ക് കാണുന്നത് നമ്മൾക്കറിയാം, കൈ ഒടിഞ്ഞ് കഴുത്തിലൂടെ കെട്ടി സപ്പോർട്ടീവ് ആയിട്ടാണ് ആയിരിക്കുന്നത് ആ വ്യക്തി. എന്നാൽ താൻ ആയിരിക്കുന്ന
ചില കമ്മിറ്റ്മെൻറ്റുകൾ തനിക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് താൻ കുറേ പ്രഷറിലാണ് ആയിരിക്കുന്നത്. ആ വ്യക്തിയുടെ ലൈഫിൽ കർത്താവ് തൻ്റെ ജീവിതത്തെ തിരിച്ചു വെക്കുന്നത് കാണാം. ഇതുവരെ ആയിരുന്ന ദിശയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് തന്നെ കൊണ്ടുപോകുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഡാർക്ക് കളർ, ഒന്ന് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ, ഡാർക്ക് കളറിനോട് ചേർന്ന ഒരു വാഹനം, അതിൻ്റെ നമ്പർ 95 എന്ന് തുടങ്ങുന്നതാണ്. ആ വണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. താനായിരിക്കുന്ന കുടുക്കിൽ നിന്നും കർത്താവ് തന്നെ വിടുവിക്കുന്നത് കാണാം. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആ വ്യക്തിയുടെ ലൈഫിൽ ദൈവത്തിൻ്റെ വെളിച്ചം ചലിക്കട്ടെ അപ്പാ, ദൈവത്തിൻ്റെ വെളിച്ചം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ കൃപ ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ കൃപ ചലിക്കട്ടെ അപ്പാ. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ വയറ് ഭയങ്കര അസ്വസ്ഥയായിട്ട്, കാരണം ഗ്യാസ് കയറി എപ്പോഴും വീർത്തിരിക്കുന്ന പോലെ, ശ്വാസം മുട്ടുന്ന പോലെ ഒരു അനുഭവത്തിലാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. ആ വ്യക്തി പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും വയറ് വീർത്ത് വരുന്നതെന്നാണ് പറയുന്നത്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ ഉദരത്തിലായിരിക്കുന്ന പ്രയാസം, ദഹനത്തോട് ബന്ധിക്കപ്പെട്ട പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവിടുത്തെ അത്ഭുതങ്ങളെ കൊണ്ട് അവിടുന്ന് നിറച്ചതിനായി നന്ദി, അവിടുത്തെ അത്ഭുതങ്ങളെ കൊണ്ട് അവിടുന്ന് നിറച്ചതിനായി നന്ദി. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഗോഡ് ബ്ലസ് യു.